അപ്പൊ പറയൂ, ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ ആ സീരിയലിന്റെ വിശേഷങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. ആരാദ്യം പറയുന്നത്? മണിക്കുട്ടിയാണോ, അല്ല മണിക്കുട്ടനാണോ, ശ്രീകുട്ടിയാണോ? എന്റെ മാക്കു പറഞ്ഞോട്ടെ. അതെ, മാക്കു പറഞ്ഞു. അപ്പൊ ഈ മാക്കു ശ്രീകു എന്നുള്ള പേര് ഡയറക്ടർ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇട്ടത്, അതോ നിങ്ങൾ ആക്ടേഴ്സ് ഒരു സ്വാതന്ത്ര്യം എടുത്തതാണോ? ഏകപക്ഷീയമായിട്ടുള്ളതല്ല, എല്ലാരും കൂടെ അങ്ങനെ ഒരു ഷോർട്ട് ഫോം. മനസ്സിലായി. പക്ഷെ അവിടെ അങ്ങനെ ഒരു സെറ്റില് അഭിനയിക്കാൻ പോണു എന്നുള്ളൊരു ഫീൽ ഇല്ലല്ലോ. എല്ലാ കലവില. ഇച്ചിരി അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് എന്റെ മാക്കു മാത്രമാണ്. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ സെറ്റില് ഉരുളക്കുപ്പേരി പേര് പോലെ തന്നെ നിങ്ങളുടെ ഡയലോഗ്സും അങ്ങനെ തന്നെയാണ് അല്ലേ? ചടപട ചടപട ചടപടാന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു. സോ നിങ്ങൾ എങ്ങനെ ഡയലോഗ്സ് ഒക്കെ പഠിക്കുന്നതും അല്ലെങ്കിൽ ആ പ്രോമിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല? സ്പോട്ട് ഡബ്ബാണ്. 100 ഡയലോഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ 10 ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ആ സ്പോട്ടിൽ എന്താ വരുന്നേച്ചാല് അത് ഇടുക. ചിലതൊക്കെ അങ്ങനെയാണല്ലോ, റിഹേഴ്സലും ഉണ്ടാവാറില്ല അവിടെ. സിറ്റ്കോമുകളാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലൈനെ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ക്ലാഷ് ഒക്കെ വരണം. കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടില്ലെങ്കിൽ അത് കൊഴുക്കത്തില്ല, സീൻ കൊഴുക്കത്തില്ല. ഇപ്പൊ ഞാൻ എന്തേലും പറഞ്ഞാലും ചേട്ടൻ അതിന് ഇരട്ടിയായിട്ട് പറയും. അപ്പൊ നമുക്കും ഒരു എനർജി ആണല്ലോ, പരസ്പരം ഒരു നല്ലതായിട്ടിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇനിയും എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. താങ്ക് യു. ഈ അഞ്ജന അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. പല പല സിനിമകളിലും സീരിയലിലാണെങ്കിലും സ്റ്റേജ് ഷോസ്, ഡാൻസറായിട്ടും ഒക്കെ അറിയാം. പക്ഷെ ആർക്കും അറിയാത്ത അല്ലെങ്കിൽ എവിടെയും പറയാത്ത ഒരു അഞ്ജന അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു കഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരോട് എന്തായിരിക്കും ഷെയർ ചെയ്യാൻ ഉണ്ടാവുക? അധികം ആർക്കും അറിയാത്ത ഒരു കാര്യം വെച്ചാൽ, നമ്മളിപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ആദ്യത്തെ പടം അല്ലെങ്കിൽ ആദ്യ സീരിയൽ എങ്ങനെയായിരുന്നു വന്നത്. പക്ഷെ അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമൃതാനന്ദമയി അമ്മയുടെ കുട്ടിക്കാലം ഞാനാണ് ചെയ്തത്. അത് ശരി. അന്ന് ഏകദേശം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അത് വിളിക്കാനൊരു കാരണമുണ്ട്. കാര്യം അമ്മയുടെ ബർത്ത്ഡേ എല്ലാ വർഷവും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്താണ് നമ്മുടെ കലൂര് ആശ്രമം. അപ്പൊ അവിടെ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. അതുണ്ടെങ്കിൽ എവിടെയും ചാടി വീഴും. അതിന് ഫസ്റ്റ് അടിച്ചു. പിന്നെ അങ്ങനെ വിളിച്ചു പോയി, സ്വാമി പറയണ പോലെയൊക്കെ ചെയ്തു. പിന്നെ അന്ന് അഭിനയം അങ്ങനത്തെ അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും അതെ, എനിക്കിപ്പോ പറഞ്ഞപ്പോ അമൃതാനന്ദമയി അമ്മയുടെ ആ ഒരു വേഷം ചെയ്യാൻ പറ്റി, ആ ഒരു മുഖത്തിന്റെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം നമ്മൾ വേറെ എവിടെ പറഞ്ഞാലും ചിലപ്പോൾ അവർ ഇത് ചെയ്യില്ല. പക്ഷെ നമ്മുടെ അമൃത ചാനൽ അത് പറയുമ്പോ ശരിക്കും അങ്ങനെ നോക്കുമ്പോ ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ ആണല്ലോ ആദ്യമായിട്ട്. അപ്പൊ ഇതധികം ആർക്കും അറിയാത്ത അഞ്ജന അപ്പുക്കുട്ടൻ്റെ ഒരു രഹസ്യമാണ്. അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. സന്തോഷം. അതുപോലെ തന്നെ ജയകുമാരേട്ടനും ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പരിചയമുള്ള ഒരാളല്ലേ? സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പിന്നെ ഈ ക്ലബ്ബുകളിലും അങ്ങനെയൊക്കെ. സോ ആ സമയത്തൊക്കെ എങ്ങനത്തെ ഇതേപോലെ തന്നെ തമാശ റോൾസ് ആയിരുന്നോ, അതോ സീരിയസ് റോൾസ് ആയിരുന്നോ ചെയ്തു? അതോ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നോ? റൊമാൻറ്റിക് ഹീറോ അല്ല, ഞാൻ കോമഡി വേഷങ്ങൾ തന്നെ. കോമഡി വേഷം തന്നെ. കോമഡി വേഷങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ തന്നെ. അതെന്തുകൊണ്ടായിരിക്കും കോമഡി വേഷങ്ങളിലേക്ക് ചേട്ടനെ വിളിച്ചു തുടങ്ങിയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശബ്ദമാണോ, രൂപമാണോ? അല്ല, അത് അത്തരം വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് അന്നേ താല്പര്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലൊക്കെ ആയപ്പോഴും മോണോ ആക്ട്, നാടകങ്ങളിൽ തന്നെ കോമഡി വേഷങ്ങൾ അത്രയൊക്കെ ചെയ്തു. പിന്നീട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞും ഞാൻ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി പ്രൊഫഷണൽ നാടകത്തിന് പോകുന്നുണ്ട്. ഞാൻ ഒരു 5 വർഷത്തോളം പ്രൊഫഷണൽ നാടകത്തിന് പോയി. അത് കഴിഞ്ഞാണ് പിന്നെ എനിക്ക് ഫിലിമിലേക്ക് ഒരു അവസരം. അത് രാജസൻ സാറ് ആണ് എനിക്ക് അവസരം തരുന്നത്. ഞങ്ങൾ സന്തുഷ്ട. അദ്ദേഹമാണ് എനിക്ക് ഇതിലേക്കൊരു, അദ്ദേഹം ഗുരു, പോലീസ് ഓഫീസറുടെ. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഈ സീരിയലൊക്കെ അഭിനയിച്ചിട്ട് ജോലി സ്ഥലത്ത് പോകുമ്പോ ആൾക്കാര് കുറച്ചും കൂടി ഒരു അങ്ങനെയൊക്കെ പറഞ്ഞ് ഓടി വരാറുണ്ടല്ലേ? അത്രയോ? അത് അത്രമല്ല, നമ്മളൊക്കെ ഒഫീഷ്യലി ഇരിക്കുമ്പോൾ ഞാൻ ജില്ലാ ഹെഡായിരുന്നു, ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരും. ചിലർ വന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. അല്ല, എൻ്റെ ഞാൻ ചെയ്ത ക്യാരക്ടറുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആയാൽ പോലെ ഇച്ചിരിയൊക്കെ ഗൗരവമാണ്.